If I don't become a pro in 10 weeks, does that mean your program failed? 10 ആഴ്ച വേണമെന്നില്ല ഇതിന്. ടു ബി ഫ്രാങ്ക്, എഡിറ്റിങ്ങിൻ്റെ ഒരു ബേസിക് മനസ്സിലാക്കാൻ 4 ദിവസം മതി. അതെന്താണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ. ഇപ്പോൾ നീന്തൽ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 6 ദിവസം നമ്മളിരുന്ന് കാലും കേട്ടടിക്കുമ്പോഴത്തേക്കും നമ്മൾ വെള്ളത്തിൽ പൊന്തി കിടക്കും. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആകുന്നത് 2-3 ആഴ്ച കൊണ്ട് നമ്മൾ നീന്തിയിട്ടാണ്. അതായത് ദാറ്റ് മീൻസ് ദ ലോങ്ങർ യു സ്വിം the more experience you will be getting, right? അപ്പം ഒരാഴ്ച മതി എന്നുണ്ടെങ്കിലും you have to work into more projects. അപ്പം 10 ആഴ്ച മതി ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ. ബട്ട് അത് കഴിഞ്ഞതിന് ശേഷം the more projects you are doing, the more experience you will be getting. ഞങ്ങൾ ഒരു കാറ്റലിസ്റ്റ് മാത്രമാണ്. ആ കാറ്റലിസ്റ്റിൽ ഒരു 10 വീക്സ് കൊണ്ട് നിങ്ങൾക്ക് ഒരു 5-6 ക്ലയൻറ്റിൻ്റെ ചിലപ്പോൾ ഒരു 10-12 വർക്കുകൾ, അതായത് ഒരിടത്ത് ജോലിക്ക് കയറുന്ന ഒരു ലെവൽ വരെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം 10 ആഴ്ചൻ്റെ വരെ നിങ്ങൾ ഒരു 3 months കൊണ്ട് കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 3 ടൈംസോളം പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം 10 ആഴ്ച കൊണ്ട് നമുക്കൊരു പോർട്ട്ഫോളിയോ, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുറേ അധികം ആൾക്കാർ പ്ലേസ്ഡ് ആയി പോയിട്ടുണ്ട്. അപ്പം ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ പേടിക്കാതെ എടുക്കാനായിട്ടുള്ള ലെവലിലേക്ക് നമുക്ക് കേപ്പബിൾ ആക്കാൻ പറ്റും. ബട്ട് അതിൻ്റെ മേലിലേക്ക് കൂടുതൽ ചെയ്യണോ, കൂടുതൽ എഫേർട്ട് എടുക്കണോ, ഡെയിലി എക്സ്ട്രാ ഒരു 3 മണിക്കൂർ കൊണ്ട് എഫേർട്ട് എടുത്ത് പോർട്ട്ഫോളിയോ എക്സ്ട്രാ ബിൽഡ് ചെയ്യണോ, അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്.